കിറ്റെക്സ് ഗ്രൂപ്പ് ചെയർമാനും 2020 മുഖ്യ ശക്തിയുമായ സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച 2020 രാഷ്ട്രീയ പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ ഒരു പരീക്ഷണമായി തുടരുകയാണ്. കിഴക്കമ്പലം കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട ഈ കൂട്ടായ്മ പരമ്പരാഗത രാഷ്ട്രീയ രീതികളിൽ നിന്ന് മാറി ഗുഡ് ഗവർണൻസ് എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ശ്രദ്ധ നേടിയത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി വികസനവും അഴിമതിരഹിത ഭരണവുമാണ് 2020 മുൻനിർത്തിയത്. കിഴക്കമ്പലത്തും സമീപ പഞ്ചായത്തുകളിലും നടപ്പാക്കിയ ഭരണ മാതൃക ചിലർക്ക് ഒരു ബദൽ ഭരണ സംവിധാനത്തിന്റെ ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, സേവനങ്ങളുടെ വേഗത, ജനങ്ങളോടുള്ള നേരിട്ടുള്ള ഇടപെടൽ എന്നിവയാണ് ഇവരുടെ പ്രവർത്തനങ്ങളുടെ പ്രധാന സവിശേഷതകളായി വിലയിരുത്തപ്പെടുന്നത്. അതേസമയം 2020 പ്രവർത്തന രീതിയെക്കുറിച്ച് വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സംഘടനയുടെ ആഭ്യന്തര പ്രവർത്തനങ്ങളിൽ ജനാധിപത്യക്കുറവ് ഉണ്ടെന്ന ആരോപണം രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിയിട്ടുണ്ട്. തീരുമാനങ്ങൾ കേന്ദ്രീകൃതമായ രീതിയിൽ കൈക്കൊള്ളപ്പെടുന്നു എന്ന വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് 2020 ദേശീയ രാഷ്ട്രീയ സഖ്യങ്ങളുമായി സഹകരിക്കുന്നതിനെ കുറിച്ചുള്ള നീക്കങ്ങൾ ചർച്ചയായത്. 2020 കിഴക്കമ്പലം തന്റെ സ്വതന്ത്ര രാഷ്ട്രീയ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു വലിയ രാഷ്ട്രീയ ബദലായി വളരേണ്ടതുണ്ടെന്ന അഭിപ്രായം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നു. 2020 എൻഡിഎയുമായുള്ള സഹകരണം രാഷ്ട്രീയമായ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഈ നീക്കത്തെ ചിലർ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ ശക്തമായി വിമർശിക്കുന്നു. എന്നാൽ എൻഡിഎയുമായി ചേർന്നു എന്നതിന്റെ പേരിൽ മാത്രം 2020 പൂർണ്ണമായി തള്ളിക്കളയാനാകില്ലെന്ന നിലപാടും ഉയരുന്നുണ്ട്. ഇതിനിടെ സംസ്ഥാന സർക്കാരുമായി 2020 തർക്കങ്ങളും ശ്രദ്ധേയമാണ്. പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സർക്കാർ വ്യവസായ രംഗത്ത് തടസ്സങ്ങൾ സൃഷ്ടിച്ചുവെന്ന് ആരോപിച്ച് സാബു ജേക്കബ് മുമ്പ് രംഗത്തെത്തിയിരുന്നു. സർക്കാർ ഏജൻസികളുടെ ഇടപെടലുകൾക്കെതിരെ അദ്ദേഹം ശക്തമായ വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. മറ്റൊരു വശത്ത് ഭാവിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ചകൾ ശക്തമാണ്. UDF അധികാരത്തിൽ എത്തിയാലും 2020 രാഷ്ട്രീയമായി ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക ചില വൃത്തങ്ങളിൽ ഉയരുന്നു. പ്രത്യേകിച്ച് ബെന്നി ബെഹനാൻ പോലുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം ഉണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. 2020 ഭാവി രാഷ്ട്രീയ ദിശ എന്തായിരിക്കുമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്നാൽ കേരളത്തിൽ ഒരു ബദൽ രാഷ്ട്രീയ ശക്തിയായി മാറാനുള്ള സാധ്യതയും അതിനൊപ്പം നിലനിൽക്കുന്ന വെല്ലുവിളികളും ഒരേപോലെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതോടെ സാബു ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 നീക്കങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രാധാന്യം നേടുകയാണ്. പരമ്പരാഗത മുന്നണികൾക്ക് പുറത്ത് ഒരു പുതിയ രാഷ്ട്രീയ വഴി തുറക്കാനുള്ള ശ്രമമെന്ന നിലയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഭാവി നീക്കങ്ങൾ അടുത്ത കാലത്ത് നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.